ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 മുട്ടയാണ് ഇവിടെ പുഴുങ്ങിയെടുക്കുന്നത്. 3 മുട്ട ഇങ്ങനെ പുഴുങ്ങാൻ വെക്കാം. ശേഷം നമുക്കിനി ചോറ് റെഡിയാക്കാം. അതിനുള്ള അരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, കറുവപ്പട്ട, അങ്ങനെയുള്ള എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരല്പം നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം വെള്ളം തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ ഈ റൈസ് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഒരു കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പും 1 ഏലക്കയാണ് ഞാൻ ചേർക്കുന്നത്. ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇനി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഉള്ളി, സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സവാള വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും അതിനൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി നല്ല രീതിയിൽ വാടിയതിന് ശേഷം, ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഫ്രോസൺ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം 1 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇടുന്ന് കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഏകദേശം 1 കപ്പ് ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് നേരം നമുക്ക് തന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ ഇതിൽ ഞാൻ കുറച്ച് മാജിക് സെറാപ്പ് അല്ല ഈ മാഗി ക്യൂബോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പീസോ അല്ലെങ്കിൽ ഇതേപോലെ മാജിക് സെറാപ്പ് ഉണ്ടെങ്കിൽ അതോ ഇട്ട് കൊടുത്താൽ മതി. അത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് വരും. 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഒക്കെ ശരിക്കും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയ ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാപ്രിക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ ഓരോന്നും ഓരോ പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിതിലിവിടെ 3 മുട്ടയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മുട്ട ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഇതിൽ മസാല ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ